നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കുമ്പളങ്ങ ഇട്ടിട്ടുള്ള ഒരു സിമ്പിൾ മോരുകറിയാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് നമ്മൾ കുമ്പളങ്ങ തൊലി കളഞ്ഞിട്ട് കുറച്ച് വലുപ്പത്തിൽ അരിഞ്ഞെടുക്കണം. ഇതേപോലെ ഇത് ഏകദേശം 1.5 കപ്പ് കുമ്പളങ്ങ ഉണ്ടാവും. ഇതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. പാകത്തിന് വെള്ളം ഒഴിക്കുക. നെക്സ്റ്റ് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. നെക്സ്റ്റ് ഒരു നുള്ള് ഉപ്പ് ഇട്ട് കൊടുക്കുക. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് മൂടി വെക്കാം. നെക്സ്റ്റ് സ്റ്റൗ ഓൺ ആക്കി കൊടുക്കുക. ചട്ടി സ്റ്റൗമ്മ വെച്ച് കൊടുക്കുക. ഇനി കുമ്പളങ്ങ കംപ്ലീറ്റ് വേവുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഈ കുമ്പളങ്ങ വേവുമ്പോഴത്തേനും നമുക്ക് തേങ്ങ അടിച്ചെടുക്കാം. ഇവിടെ ഞാൻ ഏകദേശം ഒരു തേങ്ങ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ പെരുംജീരകം ഇട്ട് കൊടുക്കുക. ദെൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇതൊന്ന് അരച്ചെടുക്കാം. അങ്ങനെ നമ്മളുടെ തേങ്ങ ഇപ്പം നല്ലോണം അരഞ്ഞിട്ടുണ്ട്. അപ്പം ഇതൊന്ന് അരിച്ചെടുക്കാം. ഇവിടെ ഞാനൊരു പാത്രത്തിൽ അരിപ്പ് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ തേങ്ങ ഒഴിച്ചു കൊടുക്കുക, അരച്ചത്. ഇനി അതിലെ തേങ്ങ പാലിനെ നമ്മൾ കളക്ട് ചെയ്യണം. ഇതിൻ്റെ തേങ്ങയുടെ പിണ്ടി നമുക്ക് ആവശ്യമില്ല, അത് കളയാം. അങ്ങനെ ഏകദേശം 1 കപ്പോളം തേങ്ങാപ്പാൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് നല്ല നമ്മൾ ജീരകം ചേർത്ത് അരച്ച തേങ്ങ ആയിരുന്നു. അതിൽ നിന്ന് തേങ്ങാപ്പാൽ മാത്രം കളക്ട് ചെയ്തതാണിത്. അപ്പം ഇതിവിടെ മാറ്റി വെക്കാം. നെക്സ്റ്റ് നമ്മൾ ഒരു മിക്സറിക്ക് കുറച്ച് തൈര് ഒഴിച്ചു കൊടുക്കുക. ഇതൊന്ന് നമുക്ക് അടിച്ചെടുക്കാം. അങ്ങനെ നമ്മളെ തൈര് ഇപ്പോൾ നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മളുടെ കുമ്പളങ്ങ ഇപ്പം നല്ലോണം വെന്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നമ്മൾ ഇവിടെ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങാപ്പാലും തൈരൊക്കെ ഒഴിച്ചു കൊടുക്കുക. അപ്പം ഞാനിവിടെ അരച്ച് വെച്ചിട്ടുള്ള തൈര് ഒഴിച്ചു കൊടുത്തു. നെക്സ്റ്റ് നമ്മൾ പെരുംജീരകം ഇട്ട് അരച്ച് വെച്ചിട്ടുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുക. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിൽ മഞ്ഞൾ കളർ കുറവുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. നെക്സ്റ്റ് നമ്മൾ ഇതൊന്നും കൂടിയും തിളപ്പിച്ചെടുക്കണം. അപ്പം നമുക്ക് സ്റ്റൗ ഓണാക്കി കൊടുക്കാം. ഇത് മൂടി വെച്ച് കൊടുക്കാം. അങ്ങനെ നമ്മളുടെ കുമ്പളങ്ങക്കറി ഇവിടെ ഇപ്പം നല്ലോണം തിളച്ചിട്ടുണ്ട്. അപ്പം ഇത് ഓഫാക്കി കൊടുക്കാം. നെക്സ്റ്റ് ഇതോടെ വെച്ചിട്ട് നമുക്ക് കടുക് പൊട്ടിക്കാം. നെക്സ്റ്റ് കടുക് പൊട്ടിക്കലാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ച് ചൂടായിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് കുറച്ച് കോക്കനട്ട് ഓയിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ഇപ്പം നല്ല ചൂടായി. അപ്പോൾ 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. അപ്പോൾ കടുകൊക്കെ പൊട്ടി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് വേപ്പില ഇട്ട് കൊടുക്കുക. ഇനി വേണമെങ്കിൽ നമുക്ക് ഉണക്കമുളക് ഇതിലിട്ട് കൊടുക്കാം. ഞാനത് ഇടുന്നില്ല, അത് ആവശ്യമുള്ളവർ ഇട്ട് കൊടുക്കാം. നെക്സ്റ്റ് നമ്മൾ ഈ കടുക് പൊട്ടിച്ചത് നമ്മളുടെ കുമ്പളങ്ങ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മളുടെ കുമ്പളങ്ങ ഇട്ട മോരുകറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ചാനലിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും നിർദ്ദേശങ്ങളോ സജഷൻസോ ഉണ്ടെങ്കിൽ ഇൻസ്റ്റഗ്രാം പേജിലോ ഫേസ്ബുക്ക് പേജിലോ അല്ലെങ്കിൽ മെയിൽ ID വഴി അറിയിക്കേണ്ടതാണ്.